Applications of Ampere circuit അല്ലോ. അടുത്ത application നോക്കാം. Magnetic field due to a toroid. എന്താണ് toroid? When two ends of a solenoid is joined to form a circle, it is called a toroid. ഒരു സോളിനോയിഡിന്റെ രണ്ട് എൻഡുകൾ തമ്മിൽ ജോയിൻ ചെയ്തിട്ട് ഒരു സർക്കിളിന്റെ ഷേപ്പിലാക്കി കഴിഞ്ഞാൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ടോറോയിഡ്. അതിന്റെ ഫിഗർ നമുക്ക് നോക്കാം. ഇതാണ് നമ്മൾ ടോറോയിഡ്. ഇതിലൂടെ കറണ്ട് പാസ് ചെയ്ത് കഴിഞ്ഞാൽ അത് മാഗ്നറ്റ് ആയിട്ട് മാറുന്നുണ്ട്. അപ്പോൾ ഒരു ലോങ് സോളിനോയിഡിനെ നമ്മൾ എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ രണ്ട് എൻഡും ചേർത്ത് ഒരു സർക്കിളാക്കി മാറ്റും. ഇവിടെ ആംപിയർ സർക്യൂട്ട് എല്ലാം നമ്മൾ എഴുതുകയാണ്. ഇന്റഗ്രൽ ബി ഡി എൽ ഇസ് ഈക്വൽ ടു മ്യൂ 0 i ബി ഇൻറ്റു ഇന്റഗ്രൽ ഡി എല്ലിന്റെ വാല്യൂ ഈ ടോറോയിഡിന്റെ പെരിമീറ്റർ ആണ്, ചുറ്റളവാണ് 2πr ഇസ് ഈക്വൽ ടു മ്യൂ 0 ഇൻറ്റു എൻ ഐ. എൻ എന്ന് പറയുന്നത് ടോട്ടൽ നമ്പർ ഓഫ് ടേൺസ് ആണ്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ബിയുടെ വാല്യൂ കാണാം. ബി ഇസ് ഈക്വൽ ടു മ്യൂ 0 ഇൻറ്റു എൻ ബൈ 2πr ഇൻറ്റു ഐ. ഇതിൽ എൻ ബൈ 2πrനെ, അതായത് നമ്പർ ഓഫ് ടേൺസ് പെർ യൂണിറ്റ് ലെങ്തിനെ നമ്മൾ നേരത്തെ പറഞ്ഞു എൻ സ്മോൾ എൻ ആണ്. അപ്പോൾ എൻ ബൈ 2πr എന്ന് പറയുന്നത് സ്മോൾ എൻ ആണ്. അപ്പോൾ അതിന് എൻ ബൈ 2πrന് വരെ നമ്മൾ ഇക്വേഷനിൽ സ്മോൾ എൻ കൊടുക്കുന്നു. അപ്പോൾ നമുക്ക് ബിയുടെ വാല്യൂ കിട്ടി. ബി ഇസ് ഈക്വൽ ടു മ്യൂ 0 എൻ. ഇനി എന്താണ് മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സ്? ഇറ്റ് ഈസ് ദ ഫോഴ്സ് ഓൺ എ ചാർജ് വെൻ ഇറ്റ് എൻറ്റേഴ്സ് എ മാഗ്നറ്റിക് ഫീൽഡ്. ഒരു ചാർജ് ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ എൻ്റർ ചെയ്യുന്ന സമയത്ത് അതിനൊരു ഫോഴ്സ് അനുഭവപ്പെടുന്നുണ്ട്. ആ ഫോഴ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സ്. അതിൻ്റെ ഫോർമുല അതാണ്. എഫ് ഈസ് ഈക്വൽ ടു ക്യൂ ഇൻറ്റു വി ക്രോസ് ബി. ക്യൂ എന്ന് പറഞ്ഞാൽ ചാർജാണ്, വി വെലോസിറ്റിയാണ്, ബി എന്ന് പറയുന്നത് മാഗ്നറ്റിക് ഫീൽഡാണ്. അതിനെ എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടി എഫ് ഈസ് ഈക്വൽ ടു ക്യൂ വി ബി സൈൻ തീറ്റ. തീറ്റ എന്ന് പറയുന്നത് ആംഗിൾ ബിറ്റ്വീൻ വി ആൻഡ് ബി ആണ്. ഇനി തീറ്റയുടെ വാല്യൂ 0 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടും എഫ് ഇസ് ഈക്വൽ ടു ക്യൂ വി ബി സൈൻ 0. സൈൻ 0ന്റെ വാല്യൂ 0 ആയതുകൊണ്ട് എഫിന്റെ വാല്യൂ 0 ആണ്. വെൻ തീറ്റ ഇസ് ഈക്വൽ ടു 90 ഡിഗ്രി എഫ് ഇസ് ഈക്വൽ ടു ക്യൂ വി ബി സൈൻ 90. സൈൻ 90യുടെ വാല്യൂ 1 ആയതുകൊണ്ട് നമുക്കെന്ത് കിട്ടി? ക്യൂ വി ബി എന്ന് കിട്ടി. അപ്പോൾ മാക്സിമം വാല്യൂ കിട്ടണമെങ്കിൽ തീറ്റയുടെ വാല്യൂ 90 ഡിഗ്രി ആയിരിക്കണം. ഫോഴ്സ് 0 ആണെങ്കിൽ തീറ്റ 0 ആയിരിക്കണം. When the charge is launched perpendicular to magnetic field, അതായത് തീറ്റയുടെ വാല്യൂ 90 ഡിഗ്രി, ചാർജ് മാഗ്നറ്റിക് ഫീൽഡിന് പെർപെൻഡിക്കുലർ ആണെങ്കിൽ എന്ത് സംഭവിക്കും നോക്കാം. then the charge will follow a circular path. അപ്പോൾ ചാർജ് മാഗ്നറ്റിക് ഫീൽഡിൽ പെർപെൻഡിക്കുലർ ആയിട്ടാണ് എൻ്റർ ചെയ്യുന്നതെങ്കിൽ അത് ഏത് പാത്താണ് ഫോളോ ചെയ്യുക? സർക്കുലർ പാത്താണ് ഫോളോ ചെയ്യുക. ഇനി വിത്ത് ആൻ ആംഗിൾ തീറ്റ 90 അല്ല 0 അല്ലാതെ മറ്റേതെങ്കിലും ആംഗിളിലാണെങ്കിൽ അത് ഫോളോ ചെയ്യുന്ന പാത്ത് ഹെലിക്കൽ പാത്തായിരിക്കും. ഇനി എന്താണ് ലോറൻസ് ഫോഴ്സ് നോക്കാം. ഇറ്റ് ഈസ് ദ ഫോഴ്സ് ഓൺ എ ചാർജ് വെൻ ഇറ്റ് എൻറ്റേഴ്സ് എ മാഗ്നറ്റിക് ഫീൽഡ് ആൻഡ് എൻ ഇലക്ട്രിക് ഫീൽഡ്. നേരത്തെ നമ്മൾ മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സിൽ ചാർജ് എൻ്റർ ചെയ്യുന്നത് മാഗ്നറ്റിക് ഫീൽഡിൽ മാത്രമാണ്. എന്നാൽ ഇവിടെ ചാർജ് എൻ്റർ ചെയ്യുന്നത് മാഗ്നറ്റിക് ഫീൽഡിലും അതുപോലെ തന്നെ ഇലക്ട്രിക് ഫീൽഡിലുമാണ്. അപ്പോൾ ഒരു കമ്പൈൻഡ് ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡിൽ ഒരു ചാർജ് എൻ്റർ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഫോഴ്സിനെയാണ് ലോറൻസ് ഫോഴ്സ് എന്ന് പറയുന്നത്. അതിൻ്റെ എക്സ്പ്രഷൻ എഫ് ഇസ് ഈക്വൽ ടു ക്യൂ ഇൻറ്റു വി ക്രോസ് ബി പ്ലസ് ക്യൂ ഇ ആണ്. ഇപ്പോൾ ക്യൂ ഇൻറ്റു വി ക്രോസ് ബി എന്ന് പറയുന്നത് മാഗ്നറ്റിക് ഫീൽഡ് മൂലം ഉണ്ടാകുന്ന ഫോഴ്സാണ്. ക്യൂ ഇ എന്ന് പറയുന്നത് നമ്മൾ പണ്ട് പഠിച്ചിട്ടുണ്ട്, അത് ഇലക്ട്രിക് ഫീൽഡ് മൂലം ഉണ്ടാകുന്ന ഫോഴ്സാണ്. ഇനി എന്താണ് സൈക്ലോട്രോൺ? സൈക്ലോട്രോണിന്റെ ഫിഗറാണ് കൊടുത്തിട്ടുള്ളത്. എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത് നോക്കുക. ഇറ്റ് ഈസ് യൂസ്ഡ് ടു ആക്സിലറേറ്റ് ചാർജ്ഡ് പാർട്ടിക്കിൾ. ചാർജ്ഡ് പാർട്ടിക്കിളിന്റെ സ്പീഡ് കൂട്ടാൻ വേണ്ടി, ആക്സിലറേറ്റ് ചെയ്യിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെന്റ് ആണ് സൈക്ലോട്രോൺ. അതിന്റെ മെയിൻ പാർട്സ് പറയുന്നു. 2 സെമി സർക്കുലാർ സിലിണ്ടറിക്കൽ ചേംബേഴ്സ് കോൾഡ് ഡീസ്. ഫിഗറിൽ D1 D2 എന്ന് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. 2 സിലിണ്ടറിക്കൽ ചേംബേഴ്സ് ആണ്. ആ സിലിണ്ടറിക്കൽ ചേംബേഴ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഡീസ് എന്ന്. The D's are connected to an alternating electric field. D's-നെ ഒരു ആൾട്ടർനേറ്റിംഗ് ഇലക്ട്രിക് ഫീൽഡ് ആയിട്ട് നമ്മളവിടെ ഒരു ഓസിലേറ്റർ ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ഒരു ആൾട്ടർനേറ്റിംഗ് ഇലക്ട്രിക് ഫീൽഡ് ആണത്. എ പെർപെൻഡിക്കുലർ മാഗ്നറ്റിക് ഫീൽഡ് ഈസ് ആൾസോ അപ്ലൈഡ്. ആ ഡോട്ടഡ് പോയിന്റുകൾ പെർപെൻഡിക്കുലർ മാഗ്നറ്റിക് ഫീൽഡിലെയാണ് കാണിക്കുന്നത്. The charged particle is placed at the center of the D's. ചാർജ്ഡ് പാർട്ടിക്കിളിനെ അവിടെ പി എന്ന് നമ്മളെ ഫിഗറിൽ റെപ്രസെന്റ് ചെയ്തിട്ടുണ്ട്. ചാർജ്ഡ് പാർട്ടിക്കിളിനെ നമ്മൾ എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ ഡീസിന്റെ ഗ്യാപ്പിലായിട്ട് സെന്ററിലായിട്ട് നമ്മൾ പ്ലേസ് ചെയ്യുന്നു.
it will follow circular path in the Ds. ആ ഡീസിനകത്തായിട്ടൊരു സർക്കുലർ പാത്ത് ആ ചാർജ്ഡ് പാർട്ടിക്കിൾ ഫോളോ ചെയ്യും ആൻഡ് ഗെറ്റ് ആക്സിലറേറ്റഡ് ചാർജ്ഡ് പാർട്ടിക്കിൾ. അപ്പോൾ ഏത് ചാർജ്ഡ് പാർട്ടിക്കിളിനെയാണോ ആക്സിലറേറ്റ് ചെയ്യേണ്ടത് ആ ചാർജ്ഡ് പാർട്ടിക്കിളിനെ ആ സെൻറ്റർ ഓഫ് ദി ഡീസിൽ വെക്കുന്നു. അപ്പോൾ അതെന്ത് ചെയ്യുന്നു പറഞ്ഞാൽ ഓരോ ഡീസിലായിട്ട് എൻ്റർ ചെയ്യുന്ന സമയത്ത് പെർപെൻഡിക്കുലർ മാഗ്നറ്റിക് ഫീൽഡ് ആയതുകൊണ്ട് ഓരോന്നിലും സർക്കുലർ പാത്ത് ഫോളോ ചെയ്യുന്നുണ്ട്. അങ്ങനെ സർക്കുലർ പാത്ത് ഫോളോ ചെയ്ത് നമുക്ക് ഒരു ആക്സിലറേറ്റഡ് ചാർജ്ഡ് പാർട്ടിക്കിൾ ലഭിക്കുന്നുണ്ട്. പ്രോട്ടോൺസ് ആൻഡ് ന്യൂട്രോൺസ് ക്യാൻ ബി ആക്സിലറേറ്റഡ് യൂസിങ് സൈക്ലോട്രോൺ. അപ്പോൾ സൈക്ലോട്രോൺ ഉപയോഗിച്ചിട്ട് നമ്മൾ സാധാരണ ആക്സിലറേറ്റ് ചെയ്യുന്നത് പ്രോട്ടോണിനെയും ന്യൂട്രോണിനെയും ആണ്. ഇനി സൈക്ലോട്രോണിൻ്റെ റേഡിയസ്, പീരിയഡ്, ഫ്രീക്വൻസി, കൈനറ്റിക് എനർജി, ഇത്രയും കാര്യങ്ങളാണ് എക്സ്പ്രഷൻ ഫോർ റേഡിയസ്, പീരിയഡ്, ഫ്രീക്വൻസി ആൻഡ് കൈനറ്റിക് എനർജി ഓഫ് സൈക്ലോട്രോൺ. നമ്മൾ നോക്കുക, സൈക്ലോട്രോണിൽ എന്ത് ചെയ്യുന്നുണ്ട് പറഞ്ഞാൽ രണ്ട് ഫോഴ്സുകളുണ്ട്. ഒന്ന് മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സ് ആണ്, അതുപോലെ തന്നെ സെൻട്രിപെറ്റൽ ഫോഴ്സ് ആണ്. അപ്പോൾ അത് തമ്മിൽ ഇക്വേറ്റ് ചെയ്യിക്കുന്നു. ഇപ്പോൾ സെൻട്രിപെറ്റൽ ഫോഴ്സ് ആണ് mv²/r, മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സ് ആണ് qvb. അപ്പോൾ നമുക്ക് ഇക്വേഷൻ കിട്ടി mv²/r = qvb. ഇതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ ആറിൻ്റെ വാല്യൂ കാണുന്നു. ആറ് റൈറ്റ് സൈഡിലേക്ക് മുകളിലേക്ക് പോകുമ്പോൾ qvb നേരെ ഇപ്പുറത്തെ അടിയിലേക്ക് വന്നു. അപ്പോൾ നമുക്കത് കിട്ടി r = mv²/qvb. ഒരു v ക്യാൻസൽ ചെയ്യും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? r = mv/qb. ഈ ആറിനെ, ഈ റേഡിയസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സൈക്ലോട്രോൺ റേഡിയസ്. അപ്പോൾ സൈക്ലോട്രോൺ റേഡിയസിൻ്റെ എക്സ്പ്രഷൻ r = mv/qb. ഇനി സൈക്ലോട്രോൺ പീരിയഡ് ആണ്. പീരിയഡ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഒരു ഓസിലേഷന് അല്ലെങ്കിൽ ഒരു വൈബ്രേഷനോ അല്ലെങ്കിൽ ഒരു സർക്കുലേഷന് എടുക്കുന്ന ടൈമിനെയാണ് പീരിയഡ് എന്ന് പറയുന്നത്. പീരിയഡ് കാണാനുള്ള ജനറൽ ഫോർമുല നമുക്കറിയാം, t = 2πr, അതായത് ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ വെലോസിറ്റി ആണ്. ആറിൻ്റെ വാല്യൂ നമ്മൾ തൊട്ട് മുമ്പ് കിട്ടിയിട്ട് mv/qb. അപ്പോൾ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? t = 2π/v × ആറിന് പകരം നമ്മൾ mv/qb കൊടുക്കുന്നു. v ക്യാൻസൽ ചെയ്യുന്നു. അപ്പോൾ ടിയുടെ ഫോർമുല കിട്ടി, t = 2πm/qb. ഇതാണ് സൈക്ലോട്രോൺ പീരിയഡിനുള്ള എക്സ്പ്രഷൻ. അടുത്ത നമ്മൾ ആ സൈക്ലോട്രോൺ ഫ്രീക്വൻസി നോക്കുകയാണ്. സൈക്ലോട്രോൺ ഫ്രീക്വൻസി പറഞ്ഞാൽ പീരിയഡിൻ്റെ റെസിപ്രോക്കലാണ്. ന്യൂ = 1/t ആണ്. അപ്പോൾ 2πm/qbൻ്റെ 1/, എടുക്കുന്നു. അപ്പോൾ അത് നേരെ തല തിരിച്ചു വരും. അപ്പോൾ നമുക്ക് കിട്ടുന്നത് ന്യൂ = qb/2πm. അപ്പോൾ നമുക്കിവിടെ സൈക്ലോട്രോൺ ഫ്രീക്വൻസിയുടെ എക്സ്പ്രഷൻ കിട്ടി, ന്യൂ = qb/2πm. ഇനി കൈനറ്റിക് എനർജി ഓഫ് സൈക്ലോട്രോൺ നോക്കാം. കൈനറ്റിക് എനർജി ½ mv² ആണ്. വിയുടെ വാല്യൂ നമുക്ക് r = mv/qbയിൽ നിന്ന് വിയുടെ വാല്യൂ നമുക്ക് കിട്ടി qbr/m എന്നുള്ളത്. ആ വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ഇക്വേഷൻ എന്തായിട്ട് മാറും? കൈനറ്റിക് എനർജി = ½ q²b²r² / m. ഇനി എന്താണ് ലിമിറ്റേഷൻസ് ഓഫ് സൈക്ലോട്രോൺ നോക്കാം. ന്യൂട്രോൺസ് കനോട്ട് ബി ആക്സിലറേറ്റഡ് സിൻസ് ഇറ്റ് ഹാസ് നോ ചാർജ്. ന്യൂട്രോണിനെ നമുക്ക് സൈക്ലോട്രോൺ ഉപയോഗിച്ച് ആക്സിലറേറ്റ് ചെയ്യാൻ സാധിക്കില്ല. കാരണം ന്യൂട്രോണിന് എന്തില്ല? ചാർജ് ഇല്ല. ഓൺലി ചാർജ് പാർട്ടിക്കിളിനെ മാത്രമേ നമുക്ക് ആക്സിലറേറ്റ് ചെയ്യാൻ സൈക്ലോട്രോൺ ഉപയോഗിച്ച് സാധിക്കുകയുള്ളൂ. ഇനി ഇലക്ട്രോണിന് ചാർജ് ഉണ്ട്, പക്ഷേ ഇലക്ട്രോൺസ് കനോട്ട് ബി ആക്സിലറേറ്റഡ് ഡ്യൂ ടു ഇറ്റ്സ് സ്മോൾ മാസ്. ഇലക്ട്രോണിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? സൈക്ലോട്രോൺ ഉപയോഗിച്ച് ആക്സിലറേറ്റ് ചെയ്യാൻ സാധിക്കില്ല. കാരണം ഇലക്ട്രോണിന് സ്മോൾ മാസ് ആണ്. അപ്പോൾ എന്ത് സംഭവിക്കും? റിലേറ്റിവിസ്റ്റിക് വേരിയേഷൻ ഓഫ് മാസ് വിത്ത് വെലോസിറ്റി. അപ്പോൾ വെലോസിറ്റി കൂടുന്നതിനനുസരിച്ചിട്ട് മാസിൽ ഒരു റിലേറ്റീവ് വേരിയേഷൻ വരും. അത് കാരണം ഇലക്ട്രോണിന് നമുക്ക് എന്തുപയോഗിച്ച് പറ്റില്ല? സൈക്ലോട്രോൺ ഉപയോഗിച്ച് ആക്സിലറേറ്റ് ചെയ്യാൻ സാധിക്കില്ല. ഫോഴ്സ് ഓൺ എ കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ്. ഒരു കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ നമ്മൾ നോക്കുകയാണ്. അപ്പോൾ ഒരു ഇലക്ട്രോണിന് അനുഭവപ്പെടുന്ന ഫോഴ്സ് നമ്മൾ നേരത്തെ മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സ് പഠിച്ചിരുന്നു, F = Q × V×B. അതിന് പകരം ഒരു ഇലക്ട്രോണിന് എത്ര ഫോഴ്സ് ഒരു മാഗ്നറ്റിക് ഫീൽഡ് എൻ്റർ ചെയ്യുമ്പോൾ അനുഭവപ്പെടുന്നു വെച്ചാൽ ഇലക്ട്രോണിൻ്റെ ചാർജ് Qവിന് പകരം നമ്മൾ E കൊടുക്കുന്നു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? F = E × V×B. ഒരു ഇലക്ട്രോണിന് അനുഭവപ്പെടുന്ന ഫോഴ്സാണ് F = E × V×B. അപ്പോൾ എത്ര ഫ്രീ ഇലക്ട്രോൺസ് ഉണ്ടെന്ന് നമുക്ക് നോക്കാം. ടോട്ടൽ നമ്പർ ഓഫ് ഫ്രീ ഇലക്ട്രോൺസ് = n × al. ഇതിൽ n എന്ന് പറയുന്നത് ഫ്രീ ഇലക്ട്രോൺ ഡെൻസിറ്റി ആണ്, l എന്ന് പറയുന്നത് ലെങ്ത് ആണ്, a ഏരിയയാണ്. അപ്പോൾ നമുക്ക് ടോട്ടൽ ഫോഴ്സ് കാണാൻ വേണ്ടിയിട്ട് ഇവ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ ടോട്ടൽ ഫോഴ്സ് =
എഫ് ഇസ് ഈക്വൽ ടു NaL ഇൻറ്റു എഫ് സ്മോൾ എഫ്. സ്മോൾ എഫിൻ്റെ വാല്യൂ നമുക്ക് തൊട്ട് മുന്നേ കിട്ടിയിട്ടുണ്ട് E ഇൻറ്റു വി ക്രോസ് ബി ആണ്. അപ്പോൾ ആ വാല്യൂ നമ്മൾ കൊടുക്കുന്നു. എഫ് ഇസ് ഈക്വൽ ടു NaL ഇൻറ്റു E ഇൻറ്റു വി ക്രോസ് ബി. ഇതിനെ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് നമ്മൾ എഴുതും. അപ്പോൾ നമുക്കെന്ത് കിട്ടി? എഫ് ഇസ് ഈക്വൽ ടു ANEV ഇൻറ്റു L ക്രോസ് ബി എന്ന് എഴുതാം. ഇതിൽ ANEV എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പഠിച്ച I ആണെന്ന് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ANEVക്ക് പകരം I കൊടുക്കുന്നു. അപ്പോൾ നമ്മൾ ഇക്വേഷൻ എന്തായിട്ട് മാറും? എഫ് ഇസ് ഈക്വൽ ടു I ഇൻറ്റു L ക്രോസ് ബി. ഇതാണ് എന്തിനുള്ള എക്സ്പ്രഷൻ? ഫോഴ്സ് ഓൺ എ കറണ്ട് ക്യാരിയിങ് കണ്ടക്ടറിന് മാഗ്നറ്റിക് ഫീൽഡിനുള്ള എക്സ്പ്രഷൻ. എഫ് ഇസ് ഈക്വൽ ടു I ഇൻറ്റു L ക്രോസ് ബി. ഇനി അതിനെ എക്സ്പാൻഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടി? എഫ് ഇസ് ഈക്വൽ ടു ILB സൈൻ തീറ്റ നമുക്ക് കിട്ടുന്നുണ്ട്. ഇനി തീറ്റയുടെ വാല്യൂ 0 ആകുമ്പോൾ എഫ് ഇസ് ഈക്വൽ ടു ILB സൈൻ 0. സൈൻ 0ന്റെ വാല്യൂ 0 ആയതുകൊണ്ട് ഫോഴ്സിന്റെ വാല്യൂ 0. ഇഫ് തീറ്റ ഇസ് ഈക്വൽ ടു 90 ഡിഗ്രി നമുക്ക് എന്ത് കിട്ടും? എഫ് ഇസ് ഈക്വൽ ടു ILB സൈൻ 90. സൈൻ 90യുടെ വാല്യൂ 1 ആയതുകൊണ്ട് നമുക്ക് എഫ് ഇസ് ഈക്വൽ ടു എന്ത് കിട്ടി? ILB കിട്ടി. ഇനി എന്താണ് ഫ്ലെമിങ്ങിന്റെ ലെഫ്റ്റ് ഹാൻഡ് റൂൾ നോക്കാം. ഫിഗർ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ലെഫ്റ്റ് ഹാൻഡിലെ 3 ഫിംഗേഴ്സ് ആണ്. അതിൽ 4 ഫിംഗർ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ ആണ്. അതുപോലെ തന്നെ മിഡിൽ ഫിംഗർ ഇലക്ട്രിക് കറണ്ടിന്റെ ഡയറക്ഷനും ആണെങ്കിൽ ഫോഴ്സിന്റെ ഡയറക്ഷൻ എന്തായിരിക്കും? തമ്പായിരിക്കും കാണിക്കുന്നത്. അപ്പോൾ അതാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. സ്ട്രെച്ച് ദ 3 ഫിംഗേഴ്സ് ഓഫ് ദി ലെഫ്റ്റ് ഹാൻഡ് ഇൻ മ്യൂച്വലി പെർപെൻഡിക്കുലർ സച്ച് ദാറ്റ് 4 ഫിംഗർ റെപ്രസെന്റ്സ് മാഗ്നറ്റിക് ഫീൽഡ്. അപ്പോൾ നമ്മളുടെ ലെഫ്റ്റ് ഹാൻഡിലെ 3 ഫിംഗേഴ്സിനെ മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിട്ട് കീപ്പ് ചെയ്യുക. അങ്ങനെ കീപ്പ് ചെയ്യുന്ന സമയത്ത് 4 ഫിംഗർ എന്തിനെ റെപ്രസെന്റ് ചെയ്യുകയാണെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡിനെയും, അതുപോലെ തന്നെ മിഡിൽ ഫിംഗർ റെപ്രസെന്റ്സ് ഇലക്ട്രിക് കറണ്ട്, മിഡിൽ ഫിംഗർ ഇലക്ട്രിക് കറണ്ടിനെയും റെപ്രസെന്റ് ചെയ്യുകയാണെങ്കിൽ ദെൻ തമ്പ് റെപ്രസെന്റ്സ് ഡയറക്ഷൻ ഓഫ് ഫോഴ്സ്. ഡയറക്ഷൻ ഓഫ് ഫോഴ്സ് ആരാണ് റെപ്രസെന്റ് ചെയ്യുന്നത്? തമ്പാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് എളുപ്പമാണ് ഇത് കണ്ടെത്താൻ വേണ്ടിയിട്ട് EMF. E എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക് കറണ്ട്, അതുപോലെ തന്നെ M മാഗ്നറ്റിക് ഫീൽഡാണ്, അതുപോലെ തന്നെ ഫോഴ്സ് F ആണ്. അത് ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ നമ്മൾ കണക്കാക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്കത് ഓർമ്മിക്കാൻ എളുപ്പം. ഫോഴ്സ് ബിറ്റ്വീൻ 2 പാരലൽ കണ്ടക്ടേഴ്സ് ക്യാരിയിങ് കറണ്ട്. 2 പാരലൽ കണ്ടക്ടേഴ്സ് നമ്മൾ കൺസിഡർ ചെയ്യുന്നു. സിയും അതുപോലെ തന്നെ ഡിയും. രണ്ടിലൂടെ എന്ത് പാസ് ചെയ്യുന്നുണ്ട്? കറണ്ട് പാസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ സിയിലൂടെ കറണ്ട് പാസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട് പറഞ്ഞാൽ അതിന് ചുറ്റും ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും. ആ മാഗ്നറ്റിക് ഫീൽഡിലാണ് ഡി സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് ഡിയിലൊരു ഫോഴ്സ് അനുഭവപ്പെടും. അതുപോലെ തന്നെ ഡിയിലൂടെ കറണ്ട് പാസ് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് ഡിക്ക് ചുറ്റും ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. ആ മാഗ്നറ്റിക് ഫീൽഡിലാണ് സി സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് സിയിലും ഒരു ഫോഴ്സ് അനുഭവപ്പെടുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വാല്യൂസ് നമുക്ക് നോക്കാം. ഫോഴ്സ് ഓൺ സി, സിയിൽ അനുഭവപ്പെടുന്ന ഫോഴ്സിനെ നമുക്ക് നോക്കാം. ഡ്യൂ ടു കറണ്ട് ത്രൂ ഡി, ഡിയിലൂടെ കറണ്ട് പാസ് ചെയ്യുമ്പോൾ സിയിൽ അനുഭവപ്പെടുന്ന ഫോഴ്സ് എഫ് ഇസ് ഈക്വൽ ടു I1LB. ഇത് ബിയുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഡിയിലൂടെ കറണ്ട് പാസ് ചെയ്യുമ്പോൾ അതിന് ചുറ്റും ഉണ്ടാവുന്ന മാഗ്നറ്റിക് ഫീൽഡാണ്. അതിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ μ0I2/2πr. നമ്മൾ ആംപിയേഴ്സ് സർക്യൂട്ട് അല്ലോടെ ആപ്ലിക്കേഷനിൽ ഒരു ലോങ് സ്ട്രെയിറ്റ് കണ്ടക്ടറുടെ മാഗ്നറ്റിക് ഫീൽഡ് കണ്ടിരുന്നു. ആ ഫോമുലയാണിത്. B is equal to μ0I2/2πr. അപ്പോൾ ബിക്ക് പകരം നമ്മൾ ഈ വാല്യൂ കൊടുക്കുന്നു. നമ്മൾ ഇക്വേഷൻ F is equal to μ0I1I2 into L/2πr. നമ്മൾ ഫോഴ്സ് പെർ യൂണിറ്റ് ലെങ്ത് കാണുന്നു. അതായത് F/Lന്റെ വാല്യൂ നമ്മൾ കാണുന്നു. F/L is equal to μ0I1I2/2πr. അതുപോലെ തന്നെ സിമിലർലി ഫോഴ്സ് പെർ യൂണിറ്റ് ലെങ്ത് ഓൺ ഡി, ഡിയിൽ അനുഭവപ്പെടുന്ന ഫോഴ്സ് പെർ യൂണിറ്റ് ലെങ്ത്തിന്റെ വാല്യൂ ഇത് തന്നെ ആയിരിക്കും. F/L is equal to μ0I1I2/2πr. ഇവിടെ കറണ്ട് സെയിം ഡയറക്ഷനിലാണെങ്കിൽ ഫോഴ്സ് അട്രാക്റ്റീവ് ആണ്. ഫോഴ്സിന്റെ ആ ഫസ്റ്റ് ഫിഗറിൽ നമ്മൾ കാണുന്നുണ്ട് കറണ്ട് സെയിം ഡയറക്ഷനിലാണെങ്കിൽ F1ന്റെയും F2ന്റെയും ഡയറക്ഷൻ കണ്ടില്ലേ, അപ്പോൾ അവിടെ ഫോഴ്സ് അട്രാക്റ്റീവ് ആണ്. അതുപോലെ തന്നെ കറണ്ട് ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണെങ്കിൽ F1ന്റെയും F2ന്റെയും ഡയറക്ഷൻ നിങ്ങൾക്ക് കാണാം. അപ്പോൾ ഇവിടെ ഫോഴ്സ് റിപ്പൾസീവ് ആയിട്ടാണ് വരുന്നത്. അപ്പോൾ സെയിം ഡയറക്ഷനിലാണ് കറണ്ടെങ്കിൽ ഫോഴ്സ് അട്രാക്റ്റീവ് ആണ്, ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണെങ്കിൽ അത് റിപ്പൽ ചെയ്യാണ് ചെയ്യുന്നത്. ഈ ഇതിൽ നിന്ന് നമുക്ക് ഡെഫിനിഷൻ ഓഫ് ആംപിയർ നോക്കാം. അപ്പോൾ ഫോഴ്സ് ബിറ്റ്വീൻ 2 പാരലൽ കണ്ടക്ടേഴ്സ് നമ്മളിപ്പോൾ കണ്ടു. F/L is equal to μ0I1I2/2πr.
ഇവിടെ നമ്മൾ I1ന്റെ വാല്യൂ I2ന്റെ വാല്യൂ 1 കൊടുക്കുന്നു, Rന്റെ വാല്യൂ 1 കൊടുക്കുന്നു. അപ്പോൾ നമ്മൾ ഇക്വേഷൻ എന്തായിട്ട് മാറും? F/L = μ0/2π. μ0ന്റെ വാല്യൂ എന്ന് പറയുന്നത് 4π × 10⁻⁻⁷ ആണ്, ഡിവൈഡഡ് ബൈ 2π. അപ്പോൾ ആ വാല്യൂസ് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് കിട്ടി 2 × 10⁻⁷ Nm/m ആണ്. ഇതിൽ നിന്ന് നമുക്ക് ആംപിയറിനെ ഡിഫൈൻ ചെയ്യാം. Current through two parallel conductors is 1 ampere if they are separated by a distance of 1 meter produces a force of 2 × 10⁻⁷ Nm/m. അപ്പോൾ രണ്ട് പാരലൽ കണ്ടക്ടേഴ്സിനിടയിലുള്ള കണ്ടക്ടർ 1 ആംപിയർ ആണ്. എപ്പോഴാണ്? അവയെ എത്ര മീറ്റർ അകലെ സെപ്പറേറ്റ് ചെയ്യുന്ന സമയത്ത്, 1 മീറ്റർ അകലെ സെപ്പറേറ്റ് ചെയ്യുന്ന സമയത്ത് അവയ്ക്കിടയിലുള്ള ഫോഴ്സ് പെർ യൂണിറ്റ് ലെങ്ത് എത്രയായിരിക്കണം? 2 × 10⁻⁷ Nm/m ആയിരിക്കണം.